കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിൽ ഒരു വിശേഷമായ ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവ് അവസരം തന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് നമ്മുടെ രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തനിക്ക് പിതാവ് നൽകിയ ശുശ്രൂഷ ഈ ലോകത്തിൽ 3.5 വർഷം കൊണ്ട് തികച്ചിട്ട് പിതാവായ ദൈവത്തിൻ്റെ മുൻനിശ്ചയപ്രകാരം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീരുന്നതിന് മുമ്പ് കാൽവരി ക്രൂശിൽ താൻ അടുത്തു വരുമ്പോൾ പറഞ്ഞ 7 പ്രധാനപ്പെട്ട മൊഴികളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുവാൻ കർത്താവ് കൃപ തന്നിരിക്കുകയാണ്. 7 എന്ന സംഖ്യ വേദപുസ്തകത്തിൽ നമുക്ക് പലയിടങ്ങളിൽ കാണുവാൻ കഴിയും. പ്രത്യേകമായിട്ട് വെളിപ്പാട് പുസ്തകത്തിനകത്ത് 7 എന്ന സംഖ്യയുടെ വലിയ ഒരു നിര തന്നെ നമുക്ക് കാണുവാൻ കഴിയും. 7 എന്നത് വേദപുസ്തക സംഖ്യാശാസ്ത്രമനുസരിച്ച് അതൊരു പൂർണ്ണതയുടെ സംഖ്യയാണ്. അപ്പോൾ 7 മൊഴികൾ നാം ധ്യാനിക്കുമ്പോൾ ആത്മീയമായ പൂർണ്ണ അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല. ഈ 7 മൊഴികൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷകന്മാർ എഴുതിയ സുവിശേഷ പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒന്നാമത്തെ മൊഴി എന്ന് പറയുന്നത് ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. ആ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇതൊന്നാമത്തെ മൊഴിയായി നാം എടുക്കുമ്പോൾ ഈ മൊഴി നാം ധ്യാനിക്കുന്ന സമയത്തിൽ ഇതൊരു പ്രാർത്ഥനയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ തന്നോടുകൂടെ ഇരിക്കുവാനും പോകുവാനും പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഒക്കെ അധികാരം കൊടുക്കുമ്പോൾ ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്: കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. വേദപുസ്തകം പ്രാർത്ഥനയുടെ പുസ്തകമാണ്. നമ്മുടെ ദൈവത്തിന് മനോഹരമായ ഒരു പേരുണ്ട്. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാകയാൽ സകല ജാതികളും അവൻ്റെ അടുക്കൽ വരും എന്ന് തിരുവെഴുത്ത് പറയുന്നത്. കർത്താവും ഇതിനെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്: എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒന്നാമത്തെ മൊഴി അതൊരു പ്രാർത്ഥനയുടെ ശബ്ദമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ശിഷ്യന്മാർ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുവാൻ പറയുന്ന സമയത്തിൽ കർത്താവ് ഒന്നാമതായിട്ട് ആ പ്രാർത്ഥന തുടങ്ങുന്ന വാക്ക് നമുക്ക് ഓർക്കാം: സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന വാക്യത്തിലാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഇവിടെയും കാൽവരി ക്രൂശിലെ ഒന്നാമത്തെ മൊഴി ആരംഭിക്കുന്നത് പിതാവേ എന്ന് പറഞ്ഞുള്ള ഒരു വിളിയോട് കൂടെയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. മറ്റൊരിടത്ത് കർത്താവായ യേശു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭത്തെ പറഞ്ഞിട്ട് അവസാനമായി കർത്താവ് പറഞ്ഞു: നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ആരോടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകൂ എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് താൻ പഠിപ്പിച്ച വേദ സത്യങ്ങളെ വെറും വാക്കായിട്ട് മാത്രം പറഞ്ഞു പോകാതെ തൻ്റെ ജീവിതത്തിലും തൻ്റെ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ കർത്താവ് അതിനെ പ്രായോഗികതയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കർത്താവ് ഇതാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ഇപ്പോഴും കർത്താവ് തന്നെ അവർ ഉപദ്രവിക്കുകയാണ്.
കഴിഞ്ഞ രാത്രിയിൽ കർത്താവിനെ പിടിച്ച് മഹാപുരോഹിതന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് സെന്നിദ്രീം സംഘത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ആ തണുത്ത രാത്രിയിൽ കർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കോടതികളിൽ വിസ്തരിച്ച് പല സാക്ഷികളെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞ് കർത്താവിൻ്റെ വസ്ത്രത്തെ ഊരി മാറ്റിയിട്ട് രക്താംബരം ഉടുപ്പിച്ച് തലയിൽ മുൾമുടി ചൂടി കയ്യിൽ ഒരു കോൽ കൊടുത്തിട്ട് കർത്താവിൻ്റെ കണ്ണ് കെട്ടി കർത്താവിനെ അടിക്കുകയും മുഖത്തെ കന്നത്തിലെ മുടി പിടിച്ചു പറിക്കുകയും ഒക്കെ ചെയ്തത് കർത്താവ് ഒരു വേദനയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ നാഴികയായിരുന്നു. എന്നാൽ ഈ ദിവസത്തിൽ അടുത്ത ദിവസം കർത്താവിനെ അവർ റോമൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവർ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി, നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുന്ന വേളയിൽ 40 കുറവ് 39 അതിദാരുണമായ വേദനയുള്ള അടികളെ കർത്താവ് ശരീരത്തിൽ ഏറ്റിട്ട് കർത്താവ് നിൽക്കുമ്പോഴും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവിൻ്റെ സ്നേഹമുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവിൻ്റെ ക്ഷമയുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന സമയത്തിലും കർത്താവ് ശിഷ്യന്മാരോട് പ്രാർത്ഥിപ്പിച്ചത് ഇങ്ങനെയാണ്: പിതാവേ, ഞങ്ങളുടെ കടങ്ങളെ അങ്ങ് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള കടങ്ങളെയും ഞങ്ങൾ ക്ഷമിക്കുന്നു എന്ന ആ പ്രാർത്ഥനാ വിഷയം നമ്മൾ ഈ സമയത്തിൽ ഓർത്തു നോക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സ്വാർത്ഥമായ പ്രാർത്ഥന, ജൽപ്പനങ്ങളായിട്ടുള്ള പ്രാർത്ഥന, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥന. ഈ തിരുമൊഴി ധ്യാനിക്കുമ്പോൾ ഇന്ന് പകലിൽ നമുക്ക് ചിന്തിക്കണം, ഇതാണോ കർത്താവ് നമ്മെ പഠിപ്പിച്ച യഥാർത്ഥമായ പ്രാർത്ഥന? നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കേൾക്കപ്പെടുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടണമെങ്കിൽ കർത്താവ് കാണിച്ചു തന്നതും കർത്താവ് പ്രാർത്ഥിച്ചതുമായിട്ടുള്ള പ്രാർത്ഥന പോലെ നമ്മുടെ പ്രാർത്ഥന മാറണം. ആ പ്രാർത്ഥനയ്ക്കകത്ത് ക്ഷമിക്കുവാനുള്ള ഒരു ശക്തി ഉണ്ടായിരിക്കണം. ആ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് സ്നേഹിക്കുവാനുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരിക്കണമെന്ന് ഈ സമയത്തിൽ നമ്മൾ ഓർക്കണം. മറ്റൊരു ഭാഗത്തിൽ നാം വേദപുസ്തകത്തിനകത്ത് നോക്കുമ്പോൾ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് ഒരു ഉപമ പറയുകയാണ്. അവിടെ ഒരു രാജാവ് തൻ്റെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ 10,000 താലന്ത് കടംപെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അവൻ അതിനകത്ത് കുറെ കള്ളത്തനം കാണിച്ചതാണ്. രാജാവ് കണ്ടുപിടിച്ചപ്പോൾ അവനോട് പറഞ്ഞു, നിന്റെ കടം വേഗത്തിൽ വീട്ടി തീർക്കുക. 10,000 താലന്ത് എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണ്. അവൻ്റെ ആയുസ് നാളിൽ അവനും അവൻ്റെ കുടുംബവും അധ്വാനിച്ചെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു കടം വീട്ടി തീർക്കുവാൻ കഴിയില്ല. എന്നാലും അവൻ പറയുന്നു, രാജാവേ, യജമാനനെ, എന്നെ വിട്ടയക്കണമേ, എങ്ങനെയെങ്കിലും ഞാൻ കടത്തെ വീട്ടി തീർക്കാമെന്ന് അവിടെ അപേക്ഷിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ രാജാവിന് അവനോട് മനസ്സലിവ് തോന്നി, അവൻ്റെ കടം ഇളവ് ചെയ്തു കൊടുത്ത് അവനെ വിട്ടയച്ചു. എന്ന് പറഞ്ഞാൽ രാജാവ് അവനോട് ക്ഷമിച്ചു എന്ന ഒരു പദം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ ക്ഷമിക്കപ്പെട്ട വ്യക്തി മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവൻ വഴിയിൽ വെച്ച് തനിക്ക് 100 വെള്ളിക്കാശ് കൊടുക്കുവാനുള്ള ഒരു മനുഷ്യനെ കാണുകയാണ്. ആ 100 വെള്ളിക്കാശ് കൊടുക്കുവാനുള്ള മനുഷ്യനെ കണ്ടപ്പോൾ അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട്, എൻ്റെ കാശ് വച്ചേച്ച് നീ പോവുക എന്നവൻ പറയുകയാണ്. ഇത് കാണുന്ന മറ്റു കൂട്ടുദാസന്മാർ ഈ വിവരം രാജാവിനോട് അറിയിക്കുന്നു. രാജാവിനോട് അറിയിക്കുമ്പോൾ ഇവനെ തിരികെ രാജാവിൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട്, ഞാൻ 10,000 താലന്തുള്ള വലിയ ഒരു തുക നിനക്ക് ഞാൻ ക്ഷമിച്ചു തന്നു, പക്ഷേ 100 വെള്ളിക്കാശോ ഒരല്പ തുക നിനക്ക് തരുവാനുള്ള ആ മനുഷ്യനോട് നീ ഈ ക്രൂരത ചെയ്തുവല്ലോ എന്ന് ആ രാജാവ് ചോദിക്കുകയും അവനെ ഒരു ശിക്ഷാവിധിയിലേക്ക് അയക്കുകയും ചെയ്യുകയാണ്. അവിടെ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരുന്നാൽ നിങ്ങളുടെ കാര്യത്തിലും ദൈവത്തിൽ നിന്നുള്ള ക്ഷമ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ക്രൂശിലെ 1-ാമത്തെ തിരുവെഴുത്ത് നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്
നമുക്ക് കർത്താവ് മാതൃകയായി കാണിച്ചു തരികയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് സ്നേഹമുണ്ടാകട്ടെ. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കട്ടെ. ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ലോകത്തിൽ ഒരുപക്ഷെ അനേകർ ചിന്തിക്കാം, സ്വാർത്ഥത നിറഞ്ഞ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിക്കൽ അല്ലെങ്കിൽ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് വേൾഡിൽ ക്ഷമിക്കുവാനോ സ്നേഹിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയാതെ ഏതെങ്കിലും വഴിയിലൂടെ ജയം നേടുവാൻ വേണ്ടി മനുഷ്യൻ കുതിച്ചോടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു, പ്രാർത്ഥിച്ചാൽ ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടും. ദൈവം നമ്മളെ ഉയർത്തുവാനിടയാകും. പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ പ്രാർത്ഥിക്കാതെ സ്നേഹത്തോടെയും ക്ഷമയോടുകൂടെയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനേകം വിടുതലുകൾ പ്രാപിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഈ തിരുവഴുത്ത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത് രക്ഷിച്ച് നിത്യതയിലേക്ക് ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ നല്ല കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചുവല്ലോ കർത്താവേ. അങ്ങയെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിച്ചു. ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. അങ്ങയുടെ ശത്രുക്കളെ സ്നേഹിച്ചു. ഞങ്ങളുടെ ശത്രുക്കളെയും ഞങ്ങൾക്ക് സ്നേഹിക്കുവാൻ അങ്ങയുടെ കൃപ തരണമേ കർത്താവേ. അങ്ങ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എങ്കിൽ ഞങ്ങളും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയുടെ ആത്മീയമായ ഭൗതികമായ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.